ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. നിങ്ങൾ എൻക്ലെക്സാറിന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ പോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പി എച്ചിന്റെ വാല്യൂ, CO2ന്റെ വാല്യൂ, HCO3ന്റെ വാല്യൂ ഒക്കെ കൊടുത്തിട്ട് അത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നിങ്ങൾ എൻക്ലെക്സാറിന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ടും പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരിക്കും. പി എച്ചിൻ്റെ വാല്യൂ, CO2ൻ്റെ വാല്യൂവും HCO3ൻ്റെ വാല്യൂ ഒക്കെ കൊടുത്തിട്ട് അത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കേണ്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് പി എച്ചിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് കേട്ടോ. പി എച്ചിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അത് റെസ്പിറേറ്ററി ആണോ മെറ്റബോളിക് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമ്മൾ HCO3ൻ്റെയും CO2ൻ്റെയും വാല്യൂ വെച്ചിട്ട് വേണം ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് ഈ 3 വാല്യൂസ് ആയിരിക്കും കൊടുക്കുക: PH, CO2, HCO3. ഓക്കെ, പി എച്ചിൻ്റെ വാല്യൂ വെച്ചിട്ട് സ്റ്റെപ്പ് 1 ചെയ്യുക. സ്റ്റെപ്പ് 2 HCO3 ആൻഡ് CO2ൻ്റെ വാല്യൂ വെച്ചിട്ട് ചെയ്യുക. ആൻഡ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മൾ കോമ്പൻസേറ്റഡ് ആണോ അതോ പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ പി എച്ചിൻ്റെയും CO2ൻ്റെയും HCO3ൻ്റെയും ഒക്കെ നോർമൽ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, പി എച്ചിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. 7.35ൽ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ, അതായത് 7.26, ഇതൊക്കെ എന്താണ്? അസിഡോസിസ് ആണ്. ഓക്കെ, നൗ 7.45ൽ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 7.6 എന്ന് പറയുന്നത് ആൽക്കലോസിസ് ആണ്. ഓക്കെ, നൗ PaCO2 എന്ന് പറയുന്നത് 35 to 45 ആണ് നോർമൽ റേഞ്ച്. പക്ഷേ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് തിരിച്ചാണ്, 45 to 35 എന്നാണ്. കാരണം PaCO2ൻ്റെ വാല്യൂ 45ൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ അസിഡോസിസ് ആണ്. അതായത് 46 എന്ന് പറയുന്നത് അസിഡോസിസ് ആണ്. ഓക്കെ, നൗ 35ൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ 32 എന്ന് പറയുന്നത് ആൽക്കലോസിസ് ആണ്. ഓക്കെ, HCO3യുടെ നോർമൽ വാല്യൂ 22 to 26 ആണ്. 22ൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് അസിഡോസിസും, 18 എന്ന് പറയുന്നത് അസിഡോസിസ് ആണ്, 28 വന്നു കഴിഞ്ഞാൽ അത് ആൽക്കലോസിസ് ആണ്. നോർമൽ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഈ PaCO2 എന്ന് പറയുന്നത് റെസ്പിറേറ്ററി കോമ്പോണൻറ്റും HCO3 എന്ന് പറയുന്നത് മെറ്റബോളിക് കോമ്പോണൻറ്റും ആണ്. ഓക്കെ, 2 ഓർഗൻസ് ആണ് ആസിഡും ബേസും ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അത് ലങ്സും കിഡ്നിയാണ്. ഓക്കെ, ലങ്സും കിഡ്നിയാണ്. റെസ്പിറേറ്ററി എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ, CO2 കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സ് ആണ് കേട്ടോ. അപ്പോൾ റെസ്പിറേറ്ററി കോമ്പോണൻ്റ് എന്ന് ഓർത്ത് വെക്കുക. HCO3 എന്ന് പറയുന്നത് മെറ്റബോളിക് കോമ്പോണൻ്റ് ആണ്, കിഡ്നിയുടെ ആണ് കേട്ടോ, കിഡ്നിയുടെ കോമ്പോണൻ്റ് ആണ്. ഓക്കെ, ഇത്രയും നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ പി എച്ചിൻ്റെ വാല്യൂ 7.26 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 7.35ൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അസിഡോസിസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇത് അസിഡോസിസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ പി എച്ചിൻ്റെ വാല്യൂ 7.6 ആണ്. അപ്പം ആൽക്കലോസിസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. പി എച്ചിൻ്റെ വാല്യൂ വെച്ചിട്ട് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ പി എച്ചിൻ്റെ വാല്യൂ 7.58 ആണ്. PaCO2 32ഉം HCO3 18ഉമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കോളത്തിൽ ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ എഴുതണം കേട്ടോ. PH 7.58 എന്ന് പറയുന്നത് ആൽക്കലോസിസിൽ വരുന്നതാണ്. അപ്പോൾ ആൽക്കലോസിസിൻ്റെ കോളത്തിൽ നിങ്ങൾ PH എന്ന് എഴുതുക. ഓക്കെ, ഇനി PaCO2 32 ആണ്. അപ്പോൾ 32 എന്ന് പറയുമ്പോൾ എന്താണ്? ആൽക്കലോസിസിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, അതും എന്ത് എഴുതുക? നിങ്ങൾ ആൽക്കലോസിസിൻ്റെ കോളത്തിൽ എഴുതുക. ഓക്കെ, HCO3 18 ആണ്. 18 എന്ന് പറയുന്നത് അസിഡോസിസ് ആണ്. അപ്പം നിങ്ങൾ HCO3 എന്ന് അസിഡോസിസിൻ്റെ കോളത്തിൽ എഴുതുക. ഇനി നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. PH കൂടിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ആൽക്കലോസിസ് ആണെന്ന് മനസ്സിലായി അല്ലേ? ആൽക്കലോസിസ്. ഓക്കെ, ആൽക്കലോസിസ് ആണ്. ഇനി ആൽക്കലോസിസ് എന്തിൻ്റെ ആൽക്കലോസിസാ? PaCO2. CO2 എന്തിൻ്റെ കോമ്പോണൻറ്റാ? റെസ്പിറേറ്ററി ആണ് അല്ലേ? അപ്പോൾ റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്. ഓക്കെ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്. നൗ ഇനി നമുക്ക് വേണ്ടത് ഇത് കോമ്പൻസേറ്റഡ് ആണോ പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ എന്നുള്ളതാണ് കേട്ടോ.
കോമ്പൻസേറ്റഡ് ആകണമെങ്കിൽ പി എച്ചിൻ്റെ വാല്യൂ നോർമൽ ആയിരിക്കണം, നോർമലിനുള്ളിലായിരിക്കണം. അതായത് 7.35 to 7.45 ആയിരിക്കണം. ഇവിടെ പി എച്ചിൻ്റെ വാല്യൂ 7.58 ആണ്. അപ്പം കോമ്പൻസേറ്റഡ് അല്ല. ഇനി പാർഷ്യലി എങ്കിലും കോമ്പൻസേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, PaCO2ൻ്റെ വാല്യൂ, റെസ്പിറേറ്ററി കോമ്പോണൻറ്റ് ഇവിടെ കുറഞ്ഞു നിൽക്കുകയാണ് അല്ലേ, ആൽക്കലോസിസിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ കിഡ്നിയുടെ കോമ്പോണൻ്റ് ആയ HCO3 അസിഡോസിസിൽ വരണം അല്ലേ. അപ്പോൾ HCO3 എവിടെയാണ് വന്നിരിക്കുന്നത്, അസിഡോസിസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ HCO3 PaCO2 കുറഞ്ഞ സമയത്ത് HCO3 കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ PH നോർമൽ ആയില്ല. അപ്പം പാർഷ്യലി കോമ്പൻസേറ്റഡ് എന്ന് വരും. ഓക്കെ, നൗ പാർഷ്യലി കോമ്പൻസേറ്റഡ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് കാണും, പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കത് ക്ലിയർ ആവും കേട്ടോ. സോ അടുത്ത എക്സാമ്പിൾ നോക്കിയേ. PH 7.22 ആണ്, PaCO2 49 ആണ്, HCO3 28 ആണ്. അപ്പോൾ 7.22 എന്ന് പറയുന്നത് അസിഡോസിസിൽ വരുന്നതാണ് അല്ലേ. അപ്പം PH നിങ്ങൾ ഇവിടെ എഴുതുക. PaCO2 49 ആണ്. അപ്പോൾ 49 എന്ന് പറയുമ്പോൾ അത് എവിടെ വരും, അസിഡോസിസിൽ വരും കേട്ടോ, PaCO2. ഇനി HCO3 28 ആണ്. അപ്പോൾ 28 എന്ന് പറയുമ്പോൾ ആൽക്കലോസിസിൽ വരും. അപ്പം HCO3 ഇവിടെ എഴുതുക. ഓക്കെ, ഇനി പറഞ്ഞേ PHൻ്റെ അസിഡോസിസ് ആണെന്ന് നമുക്ക് മനസ്സിലായി, അസിഡോസിസ് ആണ്. ഇനി CO2 റെസ്പിറേറ്ററി കോമ്പോണൻ്റ് ആണ്. അപ്പം റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. അപ്പം അസിഡോസിസിൻ്റെ കോളത്തിൽ PaCO2 ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് റെസ്പിറേറ്ററി അസിഡോസിസ് ആയത്. ഇനി കോമ്പൻസേറ്റഡ് ആണോ, അല്ല, PH നോർമൽ വാല്യൂ അല്ലല്ലോ, അപ്പോൾ അത് കോമ്പൻസേറ്റഡ് അല്ല. ഇനി പാർഷ്യലി എങ്കിലും കോമ്പൻസേറ്റഡ് ആണോ എന്ന് നോക്കിയേ. HCO3 വാല്യൂ ആൽക്കലോസിസിലാണുള്ളത്, അപ്പോൾ പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം പാർഷ്യലി കോമ്പൻസേറ്റഡ് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. PH 7.37 ആണ്. അപ്പോൾ 7.37 എന്ന് പറയുമ്പോൾ PH നോർമൽ അല്ലേ, അപ്പം നോർമലിൽ നിങ്ങൾ PH എന്ന് എഴുതുക. PaCO2 33 ആണ്. അപ്പോൾ 33 എന്ന് പറയുമ്പം എവിടെയാണ്, ആൽക്കലോസിസിൽ വരും അല്ലേ. അപ്പോൾ PaCO2 ആൽക്കലോസിസ്. ഓക്കെ, സോ ഇവിടെ എങ്ങനെ ആൻസർ ചെയ്യാം, PHൻ്റെ വാല്യൂ 7.37 ആണ്. അപ്പോൾ അസിഡോസിസിനോട് ചേർന്നാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അസിഡോസിസ് ആണ്. ആൻഡ് ഇനി റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, അസിഡോസിസിൻ്റെ കോളത്തിൽ എന്താ ഉള്ളത്, HCO3 ആണ്. അപ്പോൾ റെസ്പിറേറ്ററി അല്ല അല്ലേ, മെറ്റബോളിക് ആണ്. ഓക്കെ, മെറ്റബോളിക് അസിഡോസിസ്. ഇനി കോമ്പൻസേറ്റഡ് ആണോ, യെസ് കോമ്പൻസേറ്റഡ് ആണ്, കാരണം PHൻ്റെ വാല്യൂ നോർമൽ ആണ്. അപ്പോൾ കോമ്പൻസേറ്റഡ് ആണ്. ക്ലിയർ അല്ലേ? കോമ്പൻസേറ്റഡ് മെറ്റബോളിക് അസിഡോസിസ് വരെ ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. PH 7.22 ആണ്. അപ്പം അസിഡോസിസ് ആണ് വരിക, PH. പിന്നെ PaCO2 49 ആണ്. അപ്പം എവിടെ വരും, അസിഡോസിസിൽ തന്നെ വരും കേട്ടോ, PaCO2. HCO3 എത്രയാണ്, 24 ആണ്. അപ്പോൾ 24 എന്ന് പറയുന്നത് HCO3 നോർമലാണ് കേട്ടോ, HCO3. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലായി ഇവിടെ CO2 ആണ് അസിഡോസിസിൻ്റെ അവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി കോമ്പോണൻ്റ് ആണ്. സോ റെസ്പിറേറ്ററി അസിഡോസിസ് വരും, PH അസിഡോസിസിൻ്റെ അവിടെയാണ്, അപ്പോൾ റെസ്പിറേറ്ററി അസിഡോസിസ് വരും. ഇനി കോമ്പൻസേറ്റഡ് ആണോ എന്ന് എങ്ങനെ നോക്കാം, കോമ്പൻസേറ്റഡ് ആണോ എന്നുണ്ടെങ്കിൽ PH നോർമൽ ആവണം. PH നോർമൽ ആണോ, അല്ല അല്ലേ, അപ്പോൾ കോമ്പൻസേറ്റഡ് അല്ല. ഇനി പാർഷ്യലി എങ്കിലും കോമ്പൻസേറ്റഡ് ആണോ, പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണെങ്കിൽ എങ്ങനെ വരണം, ഈ HCO3 എവിടെ വരണം, ആൽക്കലോസിസിലോട്ട് വരണം. അപ്പം അവിടെ ഒട്ടും HCO3 കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല, കാരണം HCO3 നോർമലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം കോമ്പൻസേറ്റഡ് അല്ല, അപ്പോൾ അൺകോമ്പൻസേറ്റഡ് ആണ് കേട്ടോ, അൺകോമ്പൻസേറ്റഡ് റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് ഇതിൻ്റെ ആൻസർ വരും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 7.30 ആണ് PH, അപ്പം അസിഡോസിസിൽ വരും. PaCO2 36 ആണ്, അപ്പോൾ അത് നോർമൽ ആണ്. HCO3 16 ആണ്. അപ്പം HCO3 16 എന്ന് പറയുമ്പോൾ അതും എവിടെ വരും, അസിഡോസിസിൽ വരും. ഓക്കെ, സോ മെറ്റബോളിക് അസിഡോസിസ്. ഇനി കോമ്പൻസേറ്റഡ് ആണോ, PH നോർമൽ അല്ല, അപ്പോൾ കോമ്പൻസേറ്റഡ് അല്ല. PaCO2 കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഇല്ല, നോർമലിൽ തന്നെ നിൽക്കുകയാണ് അല്ലേ, ആൽക്കലോസിസിൽ വരണം. അപ്പോൾ നോർമലിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇത് അൺകോമ്പൻസേറ്റഡ് ആണ് കേട്ടോ, അൺകോമ്പൻസേറ്റഡ് മെറ്റബോളിക് അസിഡോസിസ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, CO2 45, അപ്പോൾ എബവ് വരുമ്പം അസിഡോസിസിൽ തന്നെ വരും. ഓക്കെ, HCO3 എത്രയാണ്, 28 ആണ്, അപ്പോൾ ആൽക്കലോസിസിൽ വന്നിട്ടുണ്ട് കേട്ടോ, 28 ആണ് HCO3. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. റെസ്പിറേറ്ററി അസിഡോസിസ് പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണ്, കാരണം എന്താണ്, ഇവിടെ നോർമൽ അല്ല PH വാല്യൂ നോർമൽ ആയാൽ മാത്രമേ ഫുള്ളി കോമ്പൻസേറ്റഡ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയി കാണും.
നിങ്ങൾക്ക് ഒരു വട്ടം ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കറക്റ്റായിട്ടൊന്ന് എഴുതി പഠിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്കത് ക്ലിയർ ആകും. ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കാനായിട്ട് വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പം ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഏത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഓരോ ക്വസ്റ്റ്യനും വളരെ എളുപ്പത്തിൽ ഡ്രഗ് കാൽക്കുലേഷൻ ആയിക്കോട്ടെ, NCLEX സാറിൻ്റെ ഏത് ക്വസ്റ്റ്യനും വളരെ എളുപ്പത്തിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് NCLEX സാറിന് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് NCLEX സാറിന് എക്സാമിൻ്റെ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.